ഈ നിലമ്പൂരിൻ്റെ വികസന പ്രവർത്തനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കേൾക്കാൻ പറ്റും, കാണാൻ പറ്റൂല. പിന്നെ കാണാൻ പറ്റുന്ന ഒരു ഫ്ലക്സ്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞില്ലേ, PV അൻവർ MLA ഈ CPM ഇടഞ്ഞത് ശേഷം അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിലമ്പൂരിലെ വികസന പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ് എന്ന്. ജില്ലാ സെക്രട്ടറി പറഞ്ഞെന്താരോ PV അൻവറാണ് എന്ന്. അപ്പൊ വികസന പ്രവർത്തനം നടക്കില്ല എന്ന് വ്യക്തമല്ലേ? പിന്നെന്തിനാ തർക്കിക്കണത്? ശരി, പറയൂ, അഫ്സൽ പറയൂ. ഇവിടെ അഭിലാഷ് ചോദിച്ചു ഇടതുപക്ഷത്തോട് മാത്രമേ ചോദ്യമുള്ളൂ. അത് സ്വാഭാവികമാണ്. ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഇവിടെ ഞാൻ വന്നപ്പോൾ UDF-ന്റെ ഒരുപാട് പേരുണ്ട് സംഘടിച്ച് നിൽക്കുന്നത്. എന്തോ പരിപാടി ഇവിടെ നടന്നു എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, ചാനൽ കൊണ്ടുവരുമ്പോ ആളെക്കുട്ടിയല്ല എന്റെ പണി. ഇവിടെ സ്വമേധയാ നിങ്ങളെ അനുകൂലിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, അപ്പോ ഞാൻ ഇവിടെ അവരുടെ പരിപാടി സ്ഥലത്തൊരു ഇവിടെ ഒരു ചർച്ച വെച്ച് പിന്നെ ഇടതുപക്ഷത്തോട് മാത്രമേ ചോദ്യം ചോദിക്കുന്ന അർത്ഥമില്ല. ഞാൻ അത്ര പറഞ്ഞു. നിങ്ങൾ എത്രയും ചോദിച്ചോ മറുപടി ഞാൻ തരാം. ഇവിടെ പറഞ്ഞ കാര്യം, ഇവിടെ വികസനമൊന്നുമില്ല, ബോർഡ് മാത്രമേ ഉള്ളൂ പരാതി. ഇവിടെ TP അഷ്റഫിൽ പറഞ്ഞ രാധാകൃഷ്ണൻ, അത് അദ്ദേഹത്തിന് വല്ല പാർട്ടി നേതാവുള്ള കാര്യം പരിശോധിക്കണം. എനിക്കറിയില്ല രാധാകൃഷ്ണനെ. വെറുതെ അങ്ങ് പറയാ ചന്തക്കുന്ന് ലോക്കൽ സെക്രട്ടറി രാധാകൃഷ്ണൻ. ഏത് രാധാകൃഷ്ണൻ? വെറുതെ കള്ളം പറയാ. ഇത് ചന്തക്കുന്നുകാർക്ക് അറിയോ? ഇവിടെ ചന്തക്കുന്ന് ലീഗുകാർക്ക് അറിയോ രാധാകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറിയെ? പക്ഷേ TP അഷ്റഫിൽ ഞാൻ വീണ്ടും പറയാ, കള്ളം പറഞ്ഞ് ഒരു നുണ 100 ആവർത്തി പറഞ്ഞാൽ അത് സത്യമായി മാറുന്നില്ല. ആ പേര് മാറി, ഇപ്പൊ ആള് മാറി. രാധാകൃഷ്ണൻ മാറി ഹരിദാസനായി പോയി. ഇതാണ് മുസ്ലിം ലീഗ്, ഇതാണ് കോൺഗ്രസ്, ഇതാണ് മുസ്ലിം ലീഗ്, ഇതാണ് കോൺഗ്രസ്. ഞങ്ങളെ പാർട്ടിയില് ഇവിടെ പത്മാക്ഷനുണ്ട്, ഇവിടെ മോഹനുണ്ട്, ഇവിടെ ഷബീറുണ്ട്, ഇവിടെ രവിയുണ്ട്, തിരൂര് ഞാൻ അഫ്സലുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്, ലക്ഷക്കണക്കിന് പേരുണ്ട്. രാധാകൃഷ്ണൻ അവിടെ പോയി. എനിക്ക് പറ്റിയ ഒരു ഫാക്ച്വൽ എറർ ഞാൻ തിരുത്തുന്നു, സമ്മതിച്ചു. ലോക്കൽ സെക്രട്ടറിയുടെ പേര് രാധാകൃഷ്ണൻ അല്ല ഹരിദാസനാണ്. അങ്ങനെ ലോക്കൽ സെക്രട്ടറി ഇതാണ് ലീഗ്. അത് പറയട്ടെ, അങ്ങനെ പേര് മാറി ഹരിദാസൻ ശരി. ഹരിദാസ് എന്ന പേര് സെക്രട്ടറി ഉണ്ടോ? അതിന് പറയൂ. ഹരിദാസ് എന്ന ലോക്കൽ സെക്രട്ടറി നിലമ്പൂരിൽ CPM-നുണ്ടോ ഇല്ലയോ? അതിന്റെ മറുപടി ഇല്ല. ശരി, അതല്ല മറുപടി. ഒരു കാര്യം പറയുമ്പോ പറഞ്ഞു പോണ്ടേ? അപ്പൊ എന്താ മറുപടി? അല്ല, ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുകയാണെങ്കിൽ പിന്നെ അതിനെ നേരിടണ്ടാവുള്ളൂ. ഇവിടെ വികസനം ഫ്ലക്സിൽ മാത്രമേ ഉള്ളൂ പറഞ്ഞു. ചില കാര്യങ്ങൾ വായിക്കാം. എടക്കര മരുത റോഡ് 12 കോടി ആരാ നവീകരിച്ചത്? പാലാട് മാമാങ്കർ റോഡ് 7 കോടി ആര് ചെയ്തു? വഴിക്കടവ് ചക്കപ്പാട് റോഡ് 4.5 കോടി ആര് ചെയ്തു? ചുങ്കത്തറ സുൽത്താൻപടി റോഡ് 5 കോടി ആര് ചെയ്തു? ഇങ്ങനെ 23 റോഡുകളായി 290 കോടി 75 ലക്ഷം ഇവിടെ ഇടതുപക്ഷം നടത്തിയ വികസന. മാത്രമല്ല ശ്രീ TP അഷ്റഫ് അലി പഴയ MSF നേതാവാണല്ലോ. ശ്രീ TP അഷ്റഫ് അലി ഈ നിലമ്പൂരിൽ MSF-ന്റെ പ്രവർത്തനമായി പോകുമ്പോ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖല അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. 5 കോടിയുടെ ബിൽഡിംഗ്, 3 കോടി ബിൽഡിംഗ്, 1 കോടി ബിൽഡിംഗ്. പാഠപുസ്തകം എത്താത്ത കാലത്ത് ഓണം നേരത്തെ എത്തിയെന്ന് പറഞ്ഞ ഭൂതകാലം കേരളത്തിനും നിലമ്പൂരിനും ഇനിയില്ല. ഇനി ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ സുവർണകാലമാണ്. ശരി, BJP-യുടെ കൂടെ അഭിപ്രായം നമ്മൾ കേട്ടിട്ട് കുറച്ചു നേരമായി, പറഞ്ഞോളൂ. ഇവര് തമ്മിൽ ഇങ്ങനെ കടിച്ചു കയറുന്നത് കണ്ടാൽ ഇവരിവിടെ വലിയ ശത്രുക്കളെ പോലെയാണ് ഇവിടെ സംസാരിക്കുന്നത്. പക്ഷേ 2 രാഷ്ട്രീയ പാർട്ടികളും ഞാൻ പറയട്ടെ, 2 രാഷ്ട്രീയ പാർട്ടികളും ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 2 രാഷ്ട്രീയ പാർട്ടികളാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ വികസനം, നിലമ്പൂരിന്റെ വികസന കാര്യത്തിൽ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നു. കൃത്യമായിട്ടുള്ള വികസനത്തെക്കുറിച്ച് ഇടതുപക്ഷ പ്രതിനിധിക്കോ അല്ലെങ്കിൽ ഐക്യ മുന്നണിന്റെ പ്രതിനിധിക്കോ പറയാൻ പറ്റുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആര്യാടൻ മുഹമ്മദ് ഒരുപാട് കാലം ഇവിടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഇവിടെ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നോ? ഗവൺമെന്റ് കോളേജില്ല, ഇപ്പോഴും ഗവൺമെന്റ് കോളേജില്ല.
ഇടതുപക്ഷം ഇവിടെ 9 വർഷക്കാലം പി വി അൻവർ വന്നു. ഇവിടെ ഗവൺമെന്റ് കോളേജില്ല. നേരത്തെ പറഞ്ഞു ഇവിടെ ബൈപ്പാസിന് സ്ഥലമെടുത്തു UDF എന്ന്. ആ ബൈപ്പാസ് ഇവിടെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിലമ്പൂർ പോലെയുള്ള വലിയൊരു പട്ടണം, ഈ പട്ടണത്തിൽ ഒരു ബൈപ്പാസ് ഇതുവരെ ഇല്ലാത്തതിന് ഈ 2 മുന്നണികളും കാരണക്കാരാണ്. ഇപ്പൊ ഇവിടെ നടക്കുന്നത് അൻവറിനെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് 2 മുന്നണി നടത്തുന്നത്. ഒരു മുന്നണി അൻവർ പറഞ്ഞ പഴയ കാര്യങ്ങൾ എടുത്തു പറയുകയും പുതിയ കാര്യങ്ങൾ എതിർക്കുകയും ചെയ്യുക. ഒരു മുന്നണി അൻവർ പറഞ്ഞ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുക. ഞങ്ങൾ പറയുന്നത് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക്, നിലമ്പൂരിലെ സാധാരണക്കാരനായ ആളുകൾക്ക് വികസനം എത്തണമെങ്കിൽ ഈ 2 മുന്നണികളും ഇവിടെ നിന്ന് മാറേണ്ടത് അത്യാവശ്യമാണ്. ഈ 2 മുന്നണികളെയും മാറേണ്ട അത്യാവശ്യമാണ്. ഞാൻ പറയട്ടെ, സ്ഥാനാർത്ഥി BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥിയുണ്ട്. ഇവിടെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലല്ലോ. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. ഇവിടെ സിറ്റിംഗ് MLAയുടെ പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. BJP സിറ്റിംഗ് MLAയുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കരുത്. 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ആ 2-ാം തീയതിക്കകത്ത് ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇവിടെ BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും. ആ കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം പറയട്ടെ, UDFന്റെ ആളുകൾ ഇന്ന് ഈ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ട് വലയുകയാണ്. ഇവിടെ സംഘടിച്ച് കുറെ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഈ UDFന്റെ പുതിയ സ്ഥാനാർത്ഥിക്ക്, ഇപ്പൊ ഇവിടെ UDF മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക്, ആ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരുടെ ജനങ്ങളുടെ മനസ്സിൽ യാതൊരു സ്ഥാനവുമില്ലെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഇവരുടെ ഇപ്പൊ തോഴനായി നടക്കുന്ന PV അൻവർ പറഞ്ഞത്. വ്യക്തിപരമായി ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. PV അൻവറാണ് പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിൽ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് സ്ഥാനമില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തീരുമാനിക്ക്, ഈ PV അൻവറിനെ ആരാണ് പേറുന്നത്? PV അൻവറിനെ UDF ആണോ LDF ആണോ പേറുന്നത്? അതോ ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയം, ഒരു വികസനത്തിന്റെ രാഷ്ട്രീയമാണോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടത് എന്ന് ജനങ്ങൾ